ഇത് വീഴുന്നില്ലല്ലോ. അമ്മു, എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. നിന്നെ കൊണ്ട് പറ്റുന്ന നോക്കിയേ. അമ്മു, നിന്റെ അച്ഛനെ വിളിച്ചാലോ? വേണ്ട, അച്ഛൻ നല്ല ഉറക്കത്തില്ല. എന്നാ നിന്റെ അമ്മയെ വിളിക്ക്. വേണ്ട വേണ്ട, അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഊഞ്ഞാലോട്ട് ഞാൻ ചോദിക്കും. എങ്കിൽ ഞാനറിയാം, നീ എറിഞ്ഞിട്ട് ഇത്രയും നേരമൊന്നും ആയില്ലല്ലോ. ഇങ്ങനെ മോളെ, മുറുക്കെ പിടിച്ചോണേ. അമ്മു, ഇനി ഞാൻ അടിക്കോട്ടെ? ഫാത്തിമ ആടട്ടെ. അമ്മ ഒന്ന് ഇറങ്ങുന്ന ഇറങ്ങി കയറി സൂക്ഷിച്ചേ. മുറുക്കെ പിടിച്ചോണേ. അമ്മു, ഞാൻ പിന്നെ വരാം. ഉമ്മ വിളിക്കുന്നു. ബാ കയറി. അച്ഛാ, എന്നെ പാത്തുവിൻ്റെ കൂടെ പഠിക്കാൻ വിടുന്നേ? മോളതൊന്നും പഠിക്കണ്ട. അവരൊക്കെ വേറെ വിഭാഗത്തിൽപ്പെട്ടവരല്ലേ. അതെന്താ അങ്ങനെ? അത് പിന്നെ അവരവരുടെ മതത്തിലെ കുട്ടികളെ അവരുടെ മാതാപിതാക്കളെ അവരുടെ ജീവിത രീതി അനുസരിച്ചാണ് പഠിപ്പിക്കുന്നത്. അതൊക്കെ അവരൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഓ, അപ്പോൾ ഇതെല്ലാം ഒരു വിശ്വാസമാണല്ലേ? ആഹാ, അച്ഛൻ്റെ മോളെ കളി ഇതുവരെ കഴിഞ്ഞില്ലേ? വേഗം വന്നേ, ദേ ചായ ചൂടാറി പോവും. ആ വരുന്നു വരുന്നു വരുന്നു. മോളെ സൂക്ഷിച്ചാടണം കേട്ടോ. അച്ഛനൊരു ഉമ്മ വന്നേ. എപ്പോഴുണ്ടൊരു കളി. റിയൽ ഏതെന്ന് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. വമ്പൻ ഷോപ്പിംഗ് ആണല്ലോ. കണ്ടോ, ഇപ്പൊ എവിടെ നോക്കിയാലും ആഡി സെയിലാണ്. പക്ഷെ റിയൽ ആഡി സെയിൽ എവിടെയാണെന്ന് അറിയാമോ? അത് പോത്തീസിൽ മാത്രം. പാലക്കാട്ട് 6 വയസ്സുകാരൻ്റെ അമ്മ കഴുത്തറുത്ത് കൊന്നു. കുളിമുറിയിൽ വെച്ച് കത്തിക്കൊണ്ട് കഴുത്തറുത്താണ് കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിനു ശേഷം അമ്മ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. 6 വയസ്സുകാരനെ അമ്മ കഴുത്തറുത്ത് കൊന്നു. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. തൻ്റെ മകൻ കൊലപ്പെടുത്തിയത്. ദൈവവിളി ഉണ്ടായെന്നും മകനെ ബലി കൊടുക്കുന്നുമെന്നുമാണ് ഷാഹിദ പോലീസിനെ അറിയിച്ചത്. അത് ബലി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ദൈവങ്ങൾക്ക് മൃഗങ്ങളെയൊക്കെ നൽകി ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു ഏർപ്പാടാണ് കേട്ടോ. ദൈവവിളി എന്ന് പറഞ്ഞാൽ അപ്പം എന്താ? ദൈവ സ്വപ്നത്തിൽ വന്ന് നമ്മളെ വിളിക്കും, എന്നിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയും. അമ്മക്ക് ദൈവവിളി ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ദൈവവിളി ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ പിന്നെ അമ്മേനോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? എൻ്റെ അച്ഛനും അമ്മയും. അല്ലാതാരാ? നീ ഇത് കഴിച്ച്. അച്ഛാ, അപ്പൊ ഈ TV കാണിച്ചാല സത്യമാണോ? അത് അവരുടെ ഒരു വിശ്വാസമാണോ? ഇവൾക്ക് മാത്രം എന്താ ഇത്ര സംശയം? നീ വന്നേ, ഒരു വായി ഇരിക്കും. വേഗം കഴിച്ചു. ഇതായി മരുന്നറിഞ്ഞോ? ശരി, ഇവിടെ ഇരുന്ന് TV കണ്ടോ കേട്ടോ. അമ്മ കാർട്ടൂൺ വെച്ചുതരാലോ. കണ്ടോ കേട്ടോ.
അച്ഛാ, ഓ, അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛൻ പണ്ട് ഒരുപാട് എഴുതുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ അച്ഛൻ എഴുതാത്തെ? അത് നിന്റെ അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ എഴുതിയിരുന്നേ. കല്യാണത്തിന് ശേഷം അച്ഛൻ എഴുതേണ്ടി വന്നിട്ടില്ല. പിന്നെ നിന്റെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ എന്നെ കുറിച്ച് എഴുതില്ലേ? അമ്മൂനെ കുറിച്ചും അച്ഛൻ എഴുതും. സൂക്ഷിച്ച് നടക്കണം കേട്ടോ. അച്ഛൻ ഇതൊന്ന് പൊട്ടിച്ചു തരുമോ? അച്ഛൻ വീട്ടിൽ ചെന്നിട്ട് പൊട്ടിച്ചേരാം കേട്ടോ. അതെന്ത് കല്ല അച്ഛാ? അതൊരു ദൈവമാ. അന്ന് എനിക്ക് ദൈവത്തെ കാണിച്ചു തരുമോ? ദൈവത്തെ കാണാൻ കുളിച്ചിട്ടേ കയറാൻ പറ്റൂ. അന്ന് ഒരിക്കൽ ആ കല്ലിനെ കുളിപ്പിച്ചാൽ നമുക്ക് കയറാന്നില്ലേ? അതൊന്നും പറ്റില്ല. അത് ദൈവമല്ലേ. അപ്പൊ ദൈവത്തിന് വിളിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ലല്ലേ? അങ്ങനെയല്ല മോളെ, ദൈവങ്ങൾക്ക് എന്തുമാവാം. നമ്മൾ മനുഷ്യരല്ലേ അതൊക്കെ നോക്കും കണ്ടും ചെയ്യണ്ടേ. നമുക്ക് ഉണ്ണാനും ഉറങ്ങാനും ഉടുക്കാനും ഒക്കെ ആ ദൈവമല്ലേ തന്നത്. അച്ഛാ, അപ്പൊ ആ മുറ്റത്തെടുക്കുന്നാലും ദൈവമല്ലേ? ഇവളെന്താ വല്ല കമ്മ്യൂണിസ്റ്റ് വേണം? അമ്മോ, കിണറിന് അവിടെ നിന്ന് മാറി നിൽക്കേ. അവിടെ വഴുക്കലുണ്ട്. ആ ജോർജ്, ആ ഞാനത് ഒരാടെ നിന്ന് വാങ്ങിച്ചതാ. ആട്ടാ, എന്തിനാ നിനക്ക് ഈ പൈസ? അത് പിന്നെ ഞാനൊരു പാസ്റ്ററെ കാണാൻ പോവുക. എന്തിന്? അത് ആരോ ഒരാൾ ഞങ്ങൾക്ക് കൂടാത്രം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബിസിനസ് പൊളിഞ്ഞ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പരിഹാരം കാണാൻ വേണ്ടി അയാൾക്ക് കൊടുക്കാനാണ്. അങ്കിളെ, ആരാ ഈ പാസ്റ്റർ? എന്തിനാ അവർക്ക് പൈസ കൊടുക്കുന്നേ? അതുപോലെ ഈ പാസ്റ്റർമാർ എന്ന് പറഞ്ഞാൽ ദൈവത്തെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും. നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവത്തിന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെയുള്ള ഇതാണോ? ഇതെല്ലാവർക്കും ചെയ്യാലോ? അത് പിന്നെ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അവർക്ക് അത്ഭുത ശക്തികളുണ്ടല്ലോ. അപ്പൊ ശക്തി ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് സഹായിച്ചൂടെ? പിന്നെ എന്തിനാ പൈസ കൊടുക്കണം? ജോർജേട്ടാ, മോളെന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കാൻ പോയി? അന്ന് അച്ഛൻ പറ. അവൻ്റെ ബിസിനസ് തകരാൻ കാരണം അവൻ്റെ ഈ മദ്യപാനമാണ്. അതങ്ങ് നിർത്തിയാൽ എല്ലാം ശരിയാവും. മോള് പോയി ചെടികൾക്ക് വെള്ളം ഒഴിക്കട്ടോ. അച്ഛാ, അച്ഛൻ എന്താ ആ ചെടികൾക്ക് മാത്രം വെള്ളം ഒഴിക്കാത്തെ? ഏത് ചെടികൾക്ക്? അച്ഛൻ എന്താ എന്റെ കുഴിമാടത്തിലെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാത്തെ? അച്ഛനൊന്നും കള്ളുടിക്കുന്നോണ്ടാണോ മറക്കുന്നത്?
അപ്പൊ എന്നെ കുറിച്ച് എഴുത്തിന്റെ മോളെ കുറിച്ച് വച്ചനെ